ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ സിനിമകൾ ഉണ്ടാവുന്ന ബഡ്ജറ്റിനുള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ സിനിമ ഉണ്ടാക്കിയേക്കുന്നത് എന്നുള്ളത് ഇന്ത്യ മൊത്തം ഞെട്ടാൻ പോകുന്ന ഒരു കാര്യമാണ്. ഐ വുഡ് സേ നമ്മൾ അറ്റംപ്റ്റ് ചെയ്തത് വർക്കായി എന്നുള്ളതാണ്. പിന്നെ there are a lot of media related questioning ക്യാബിൻസ് റിലേറ്റഡ് ക്വസ്റ്റ്യനിങ് ഉണ്ട്. അത് കണക്ട് ആയ നല്ല ഡീറ്റെയിൽ ആയിട്ട് കണക്ട് എല്ലാവർക്കും ജോക്സ് കണക്ട് ആയെന്ന് വിശ്വസിക്കുന്നു. പിന്നെ മ്യൂസിക് വർക്കി ഐ തിങ്ക് സിനിമാറ്റോഗ്രാഫി പ്രയാഗ് ചീഫ് നിഖിൽ ഗ്രേഡിംഗ് കാൻപ്രോ പിന്നെ ആക്ഷൻ ശ്രവൺ സത്യ നിഞ്ച ഉണ്ട് ഡാൻസ്. പിന്നെ നമ്മൾ സിംഗേഴ്സ് ഉണ്ട് വർക്ക് ചെയ്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇറ്റ് കംസ് ടു സിംഗേഴ്സ് ഒരുപാട് പേരുണ്ട്. പ്ലീസ് ജമൈമ നമ്മുടെ ഓർമ്മകൾ പാട്ട് ആരാധകനാണോ മുഴുവൻ കേട്ടോണ്ടിരുന്ന മ്യൂസിക്. പിന്നെ ലിലി പാർവതി ഏജി ഗ്ലൈഡ് ലൈക്ക് ബട്ടർ. ലിലിയാണ് പറന്ന് നടക്കുന്നതെന്നുള്ള രജീഷ് ഇംപ്രൂവ് ചെയ്യാൻ. അരുവി ഷീ സങ് ചെയ്തോ ലൈക്ക് ബട്ടർ. സോ വി ഹാവ് ഒരു രശ്മി ചേച്ചി പ്ലീസ്. ഇനി കൂപ്പർ. ഇതൊരു ഭയങ്കര ഒരു ഹ്യൂജ് കളക്റ്റീവ് ബിഹൈൻഡ് ദിസ് മ്യൂസിക്. സ്കോറും സൗണ്ട് ഡിസൈനും ഞാനാണ് ചെയ്തത്. എൻ്റെ സൗണ്ട് ഡിസൈൻ ടീമിനൊന്നും എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല, പക്ഷേ എൻ്റെ മ്യൂസിക് ടീമിന് മുഴുവൻ എത്തിപ്പെടാൻ പറ്റി. ഇനി എൻ്റെ ഇൻസ്ട്രുമെന്റലിസ്റ്റും കൂടെ ഉണ്ട്. ശ്രാവൺ, സുജി, ഗൗതം, പ്ലീസ് ബി ഓൺ സ്റ്റേജ്. അവരാണ് ഇതിൻ്റെ ഒരു മാജിക്കൽ സൈഡ് ഓഫ് അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്യാൻ സഹായിച്ചത്. ആൻഡ് ഐ തിങ്ക് ഇറ്റ് വാസ് എ വെരി ബ്യൂട്ടിഫുൾ കൊളാബറേഷൻ വിത്ത് കൃഷാന്തൻ. ഒരു ഫ്രാങ്കൻ ബൈറ്റിംഗ് എന്ന് വെച്ചാൽ സ്കോറിന് ഭയങ്കര ഡിസ്ജോയിന്റ് ഒരു എഫക്റ്റ് വേണം, എന്നാൽ ഇറ്റ് ഷുഡ് കൺവേ ദ ഇമോഷൻ. സോ ഒരു വെരി ഇൻട്രസ്റ്റിംഗ് ബ്രീഫ്. ഐ തിങ്ക് വി കുഡ് ഓൾ ഡു justice and honesty to it, and I hope everyone enjoyed it. Okay, this is our team. Great team. ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം സിനിമ കണ്ടപ്പോൾ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപാട് നാൾ ബഹിരാകാശത്ത് പോകാനും അവിടെ കുറച്ച് നാൾ പറക്കാനുള്ള ഒരു അവസരം ലഭിച്ചിരുന്നു. അപ്പോഴൊക്കെ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചു എന്തിനാന്നുള്ളത്. ബട്ട് ഐ ന്യൂ ദിസ് ഫിലിം വിൽ ആൻസർ ഫോർ ഇറ്റ് ആൻഡ് ഐ ഹോപ്പ് ഇറ്റ് ഹാസ്. കൃഷാന്ത് അങ്ങനെ വേണ്ടാത്തൊന്നും കഴിക്കാറില്ല കേട്ടോ. കൃഷാന്തിന് ഭയങ്കര ബുദ്ധിയാണ്. ഞാൻ പല ഇന്റർവ്യൂസിലും പറഞ്ഞു കൃഷാന്ത് എന്ത് കഴിച്ചപ്പോൾ ഈ ഐഡിയ ഒന്നും ഉറപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചു ഇങ്ങനെ കൃഷാന്ത് എന്ത് കഴിക്കുന്നതായിരിക്കും ആൾക്കാർ വിചാരിക്കുക. അങ്ങനെയൊന്നുമില്ല, സാധാരണ ചിക്കൻ, മട്ടൺ, ബീഫ് ഇതൊക്കെയാണ് അദ്ദേഹം കഴിക്കുന്നത്. ബട്ട് വാട്ട് എ വണ്ടർഫുൾ പേഴ്സൺ. വേർ ഇസ് കൃഷാന്ത്? ഇപ്പോഴും എന്തെങ്കിലും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. എനിക്ക് തന്നെ എഡിറ്റ് ചെയ്യണം, എനിക്ക് തന്നെ ആർട്ടും ചെയ്യണം, എനിക്ക് ഇല്ല. ബട്ട് ദാറ്റ് ഇസ് നോട്ട് ബിക്കോസ് ഹി ഡസ് നോട്ട് വാണ്ട് ടു കൊളാബറേറ്റ് വിത്ത് പീപ്പിൾ. ഐ ഹാവ് കൊളാബറേറ്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കൃഷാന്ത്. ബട്ട് കൃഷാന്തിൻ്റെ ചില വിഷൻസ്, എസ്പെഷ്യലി വെൻ യു വാച്ച് ദിസ് ഫിലിം, യു വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്. ഇത് എനിക്കറിയില്ല, ഇങ്ങനെ ഞങ്ങൾക്ക് മാത്രം അറിയുന്ന ഒരുപാട് സീക്രറ്റ്സ് ഉണ്ട് ഇതിൻ്റെ പ്രൊഡക്ഷൻ ടൈമിൽ നടന്ന്. ഞാനത് ഇവിടെ ഉൾപ്പെടുത്തില്ല. പക്ഷേ ഐ നോ വാട്ട് ഓൾ ഹി ഹാസ് ഗോൺ ത്രൂ ടു മേക്ക് ദിസ് പ്രൊഡക്റ്റ് വാട്ട് ഇറ്റ് ഈസ് ടുഡേ. ആൻഡ് ദിസ് ഇസ് ഹിസ് ഫസ്റ്റ് കൊമേഴ്ഷ്യൽ ഫിലിം which I hope will become a box office hit and in turn will provide a lot more commercial films from Krishant. And I am eternally grateful. Frida Soman എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ എനിക്ക് പ്ലേ ചെയ്യാൻ പറ്റി എന്നുള്ളതിൽ, എസ്പെഷ്യലി ആസ് എൻ ആക്ടർ, it is a character I can actually relate to a lot. So
ഏറ്റവും സന്തോഷം നിങ്ങളുടെ കൂടെ ഇരുന്ന് ഈ സിനിമ കാണുമ്പം ജോക്സ് ലാൻഡ് ആകുമ്പോൾ നിങ്ങളുടെ ചിരിയാണെങ്കിലും യുനോ ഒരു ഭയങ്കര ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു ഓഡിയൻസിൻ്റെ കൂടെ ഇന്ന് ഇത് പ്രിവ്യൂ ഇരുന്ന് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. കാരണം ഞങ്ങൾക്ക് അറിയില്ല, ദിസ് ഇസ് ഓൾസോ എൻ എക്സ്പെരിമെൻറ്റ്. ഇത് മറ്റന്നാൾ റിലീസ് ആകുമ്പം ഇതിൻ്റെ വേർഡിക്റ്റ് എന്തായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു റിഫ്ലക്ഷനാണ് ഇന്നത്തെ ഈ ഒരു പ്രിവ്യൂ. സോ താങ്ക് യു സോ മച്ച് ഫോർ ബീങ് സച്ച് എ വണ്ടർഫുൾ ഓഡിയൻസ് ആൻഡ് ഷെയറിങ് യുവർ ഓണസ്റ്റ് ഒപ്പീനിയൻ വിത്ത് അസ്. ഇറ്റ് ട്രൂലി മാറ്റേഴ്സ് എ ലോട്ട്. ആൻഡ് നിരഞ്ജിൻ്റെ കൂടെ എൻ്റെ 3ാമത്തെ സിനിമയാണ്. 5000 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിരഞ്ജ് സച്ച് എ ബ്രില്യൻ്റ്ലി ടാലൻറ്റഡ് ഗൈ. നെപ്പോട്ടിസം ഡൺ റൈറ്റ് ആണ്. ആൻഡ് ഫൈനൽസ് വന്ന സമയത്ത് ഞാൻ നിരഞ്ജൻ്റെ അടുത്ത് പറഞ്ഞു, നിരഞ്ജൻ ഇത് നമുക്ക് ബ്രേക്ക് ആവും. പക്ഷെ എന്തൊക്കെയോ കാരണവശാൽ അത് നമുക്ക് ബ്രേക്ക് ആയില്ല. മധുര മനോഹര മോഹം പക്ഷെ വന്നപ്പോൾ പടം സൂപ്പർ ഹിറ്റായി. ഞാൻ കുറച്ച് സീനേ ഉള്ളൂ, അപ്പോൾ അത് നോട്ടീസ്. ദിസ് ഇസ് ഗോയിങ് ടു ബി ദ ബിഗസ്റ്റ് ബ്രേക്ക് ദാറ്റ് ഇസ് ഗോണ ഗോ ഫോർ നിരഞ്ജ്. നാളെ ഡയറക്ടേഴ്സ് വിളിക്കുമ്പോൾ ഫോൺ എടുക്കാതിരിക്കുന്ന സൂപ്പർ സ്റ്റാർ ഇനി ഇതിനാവും. ഇല്ല, എല്ലാവരും എടുക്കും, ഫോൺ എടുക്കും. ഈസ് സച്ച് എ സ്വീറ്റ് പേഴ്സൺ. ആൻഡ് to every single person who has acted in the film, it has been a privilege to act alongside them. എല്ലാവരും wonderful actors ആണ്. And the crew, I have to start with Prayag. Prayag ആണ് ഇതിന്റെ DOP. ഒരു സൈബർ പങ്ക് സൈഫൈ പടം മലയാളത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടേതായ കുറേ ബഡ്ജറ്റ് കൺസ്ട്രെയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ യാതൊരു രീതിയിലും അത് ഫൈനൽ ഔട്ട്പുട്ട് വരുമ്പം ഇത് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു പടമാണെന്ന് തോന്നിക്കാതിരിക്കാനുള്ള ഒരു മേജർ പങ്ക് അത് പ്രയാഗിൻ്റെയാണ്. സോ ഐ മീൻ ലൈക്ക് ഹി ഈസ് എ ഫാബുലസ് സിനിമാറ്റോഗ്രാഫർ. ആൻഡ് ടു എവറിബഡി, കോസ്റ്റ്യൂം ദിവ്യ അടുത്ത സ്റ്റേറ്റ് അവാർഡ് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ബട്ട് സോ മെനി ആക്ടേഴ്സ്, എവറിബഡി, വി വുഡ് ഓൾ ലൈക്ക് ടു പേഴ്സണലി താങ്ക് യു ഓൾ ഫോർ കമ്മിങ് ടുഡേ. നിങ്ങളുടെ ലൈഫിൽ നിന്നും വളരെ, കാരണം പല സമയത്ത് പ്രിവ്യൂവിന് വരുമ്പം ഒരുപാട് ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ തിരക്കണം. യു ആർ ഓൾ വെരി ബിസി പീപ്പിൾ, ബട്ട് താങ്ക് യു സോ മച്ച് ഫോർ സ്പെൻഡിങ് ദിസ് ടൈം ആൻഡ് കമ്മിങ് ടു വാച്ച് എ ഫിലിം. ഇഫ് യു റിയലി ലൈക്ക് ദ ഫിലിം, പ്ലീസ് ഷെയർ എ ഗുഡ് റിവ്യൂ, because I feel like good reviews and good thoughts and word of mouth is the only way that this film gonna reach people, and this content is going to reach people. So thank you so much once again everybody for coming. Thank you Osha. So I think he should just say something. സമയമായി. ആർട്ട് ഡയറക്ടറിൻ്റെ പേര് പറയാൻ മറന്നുപോയി. ആർട്ട് ഡയറക്ടർ ഞാൻ അപ്ഡേറ്റ് പക്ഷേ അതിനാണ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തത്. കോസ്റ്റ്യൂം ഡിഗ്രിയാണ് ചെയ്തത്. DP മേക്കപ്പ് അർഷദിക്കാൻ ചെയ്ത്. TFX ശ്രീജിത്ത് ഉണ്ട്, TMVFX തൊഴിലുണ്ട്. എല്ലാവരും TFX ആണ്. DP എന്തെങ്കിലും പറയുന്നോ? രണ്ട് പേർക്ക് താങ്ക് യു. ഹോപ്പ്ഫുള്ളാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ക്യാരക്ടർ ട്രൈ ചെയ്യുന്നത്. എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. എനിക്കെന്താ പറയണ്ടേന്ന് അറിയില്ല. താങ്ക് യു സോ മച്ച്. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരാളാണ്. ഈ സൈസും ജസ്റ്റ് ബോഡിയൊക്കെ ആയിട്ട് വന്നിട്ട് ഭയങ്കര കോമഡി ചെയ്യുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ഇല്ല, ഞാനിപ്പോഴും പടം കണ്ടിട്ടില്ല. ഞാനിപ്പോ പുറത്തായിരുന്നു. നല്ലതാണെങ്കിൽ പ്ലീസ് ഷെയർ യുവർ ഗുഡ് റിവ്യൂസ്. അത് ഹെൽപ്പ് ദ ഫിലിം എ ലോട്ട്. താങ്ക് യു. സബ്ടൈറ്റിൽ ലിയോൺ ആണ് ചെയ്തത്. താങ്ക് യു സോ മച്ച്. കഴിഞ്ഞോന്ന് നമുക്ക് സമയം കഴിഞ്ഞില്ല ആക്ച്വലി. ബാക്കി നമുക്ക് എക്സ്ക്യൂസ് മീ ഗൈസ്, നമുക്ക് ഈ തിയേറ്ററും അടുത്ത ഷോ ഉണ്ട് ഇവിടെ. ആരും പോകരുത്, നമ്മൾ പുറത്തേക്ക് പോകാനുള്ളത്. അതുപോലെ തന്നെ ബാക്കി പ്രോഗ്രാംസ് അല്ലെങ്കിൽ നമുക്ക് ചിറ്റ് ചാറ്റ്സ് ഒക്കെ പുറത്ത് കണ്ടേ ചെയ്യാം. ഓക്കെ, വെളിയിൽ പോകുന്നത് എല്ലാവരും റിവ്യൂസ് ഒന്നും ഷെയർ ചെയ്തു. പിന്നെ 2045 എങ്ങനെ ആയിരിക്കും എന്നുള്ളത് കുറേ ചിന്തിച്ച് കുറേയൊക്കെ ചെയ്തൊരു ആക്ച്വലി നൈസ് മൂവി. റിക്ക് ആൻഡ് മോർട്ടി കോമിക്സിൻ്റെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. എനിക്ക് പൊതുവേ കൃഷാന്തിൻ്റെ പടങ്ങൾ ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. അതിനകത്ത് കോമഡിയും അത് ആക്ച്വലി നമ്മുടെ ഒരു റിയലിസ്റ്റിക് ലൈഫിൽ എന്താണോ നടക്കുന്നത് അത് 10-15 വർഷം കഴിഞ്ഞ് എന്ത് നടക്കാം
അതെങ്ങനെയായി മാറാം. പക്ഷെ ബേസിക്കലി മനുഷ്യൻ മാറുന്നില്ല. നമ്മുടെ ചില ട്രൈബൽ ചില അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാറാനേ പോകുന്നില്ല. അങ്ങനത്തെ ഇൻസ്റ്റിങ്ക്ട്സ് മാറാൻ പോകുന്നില്ല. ടെക്നോളജി കുറച്ച് പെട്ടെന്ന് പോവും, നമ്മൾ എത്തിപ്പിടിക്കില്ല അത്രയും എന്നുള്ളതാണ് എനിക്ക് പൊതുവെ എപ്പോഴും കൃഷാന്തിൻ്റെ പടങ്ങൾ കാണുമ്പോൾ തോന്നാറ്. സെയിം ഫീൽ കിട്ടി. ഐ loved it. I think everybody must go and watch this movie. Amazing movie. Thank you. ഞാൻ സാധാരണ ചെയ്യാറുള്ളത് പോലത്തെ ഒരു പാട്ടല്ലായിരുന്നു. അപ്പോൾ ആദ്യം വിളിച്ചപ്പം ഇച്ചിരി ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള പരിപാടിയായിട്ട് തോന്നി. പക്ഷേ കൃഷാന്തേൻ്റെ പടം ആയത് കാരണം തന്നെ ഒരു പേഴ്സണൽ പ്രോജക്റ്റ് പോലെ തന്നെയായിരുന്നു. പക്ഷെ പടം കണ്ടു കഴിഞ്ഞപ്പോൾ രക്ഷയില്ല, ഗംഭീരം. ഐ തിങ്ക് ഇറ്റ്സ് വൺ ഓഫ് ഹിസ് ബെസ്റ്റ് വർക്ക്സ് യെറ്റ്. ആക്ടിങ്ങും ടെക്നിക്കലും എല്ലാം ഒരു രക്ഷയില്ല, ടോപ്പ് നോച്ചാണ്. എല്ലാവരും പോയി കാണണം. ഗംഭീര സിനിമയാണ്. പാട്ടും കേൾക്കണം എല്ലാവരും. ഓക്കെ. സിനിമ കണ്ടു, ഭയങ്കര രസമായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ മലയാളത്തിൽ അങ്ങനെ കണ്ടിട്ടില്ലാത്തൊരു ജോണറാണ്. എനിക്ക് കൃഷാന്തിൻ്റെ എല്ലാ ഫിലിംസും ഇഷ്ടമാണ്. എനിക്ക് അദ്ദേഹത്തിൻ്റെ മേക്കിംഗ് വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും ഇങ്ങനെയായിരിക്കും എന്ന്. അതുപോലെ തന്നെ ആ എക്സ്പെക്റ്റേഷൻസ് മീറ്റപ്പ് ചെയ്യുന്ന രീതിയിലെ ഒരു സിനിമ തന്നെയാണിത്. ആൻഡ് ആക്ടേഴ്സിൻ്റെ പെർഫോമൻസസ് ആണ് എടുത്ത് പറയേണ്ടത്. ആസ് എൻ നമ്മളൊരിക്കലും കണ്ട് പരിചിതമല്ലാത്ത മലയാള സിനിമയിലെ ഒരു ജോണറായിട്ട് വരും ഇത്. ആൻഡ് ഡെഫിനറ്റ്ലി എനിക്ക് ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ട് തോന്നി. ആദ്യം തൊട്ട് അവസാനം വരെ ഡയലോഗ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഒരുപാട് ചിരിച്ചു. ഞാനും രജിഷും ഞങ്ങൾക്ക് ഒരുമിച്ചായിരുന്നു സിനിമ ഉണ്ട്. ഒരുപാട് ചിരിച്ചു. എനിക്കൊന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെയാണ്. എനിക്ക് എക്സ്പെരിമെൻ്റൽ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് കൺവിൻസിങ് ആയിട്ടുള്ളൊരു സിനിമയായിരിക്കും എന്ന് തോന്നുന്നു. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഡിഫിക്കൾട്ട്, പക്ഷെ അത് ഇത്ര എൻ്റർടൈനിങ് ആയിട്ട് കാണിച്ചല്ലോ. എല്ലാവരും പെർഫോമൻസ്. നിരഞ്ജന് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. കാരണം നിരഞ്ജന് എനിക്ക് വളരെ കാലങ്ങൾ തൊട്ട് അറിയാം. അപ്പോൾ എനിക്ക് ഒരുപാട് ആഗ്രഹമുള്ളതായിരുന്നു നിരഞ്ജനൊരു ബ്രേക്ക് ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു ബ്രേക്ക് കിട്ടണം എന്നുള്ളത്. എല്ലാ സിനിമയും ഞാൻ ഭയങ്കര ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് കാണുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ സിനിമയിൽ ഞാൻ രജിഷേൻ്റെ അടുത്ത് പറയായിരുന്നു, നിരഞ്ജൻ നന്നായിട്ടുണ്ട്, ഭയങ്കര രസമായിട്ടുണ്ട് എന്നുള്ളത്. പെർഫോമൻസസും ഒക്കെ ഭയങ്കര രസമായിരുന്നു എല്ലാ ആക്ടേഴ്സും. അടിപൊളി പടം. സൂപ്പർ എക്സ്പെരിമെന്റൽ ആൻഡ് പ്യൂർലി കമേഴ്ഷ്യൽ. അസല് പെർഫോമൻസസ് ആണ് എല്ലാവരും. രജിഷ, നിരഞ്ജൻ, ദിവ്യപ്രഭ, രാഹുൽ എല്ലാവരും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്കൊന്ന് മച്ച് നീഡഡ് എക്സ്പെരിമെന്റൽ ഫിലിം ഫോർ മലയാളം സിനിമ. എനിക്കൊന്ന് ഇത് കഴിഞ്ഞിട്ട് ഭയങ്കര രസമുള്ള കണ്ടന്റ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഓഡിയൻസിന് ഇത് ഒരിക്കലും നിരാശപ്പെടുത്തില്ല. എവരിബഡി ഗോ ആൻഡ് വാച്ച് ഇറ്റ് തിയേറ്റേഴ്സ്. തിയേറ്ററിൽ തന്നെ കാണണം, എന്നാലേ അതിന്റെ രസം. എന്താ വേണ്ട പറഞ്ഞോ, ചോദിച്ചോ. ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ സിനിമകൾ ഉണ്ടാവുന്ന ബഡ്ജറ്റിനുള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ സിനിമ ഉണ്ടാക്കിയേക്കുന്നത് എന്നുള്ളത് ഇന്ത്യ മൊത്തം ഞെട്ടാൻ പോകുന്നൊരു കാര്യമാണ്. അതെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ഇതിൻ്റെ ഒന്നും കാണാതാണ്. ഈ പോസ്റ്റേഴ്സ് മാത്രമേ ട്രെയിലർ കട്ട്സ് കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു സിനിമയായിട്ട് കാണുന്ന ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ കേരളത്തിൽ നിന്ന് ഒരു ഫിലിം മേക്കർ ഇങ്ങനത്തെ ഒരു സിനിമ ഉണ്ടാക്കി എന്നുള്ളത് അൺബിലീവബിൾ ആണ്. അൺബിലീവബിൾ സിനിമ. കൺഗ്രാറ്റുലേഷൻസ്. അയ്യോ, ഇപ്പം സൈമൺ ആരാന്നുള്ള ചോദ്യത്തിനൊക്കെ എല്ലാം ഉത്തരം കിട്ടിയല്ലോ. എങ്ങനെ സൈമൺ ആയി എന്നുള്ളത് മനസ്സിലായല്ലോ. ബാക്കി ഇനി ഇതിനൊരു റെഫറൻസ് ഉണ്ട്. പുള്ളി ഇത് കണ്ടിട്ട് എന്ത് പറയുന്നു എന്ന് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ാണ് ഈ പടത്തിൽ. ആ പടത്തിൽ നമ്മളിങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്തു. അതൊരു കമേഴ്ഷ്യലൈസ് ചെയ്യാൻ വേണ്ടി അങ്ങനെ തമാശകളിലൂടെയും അങ്ങനെ കോമഡി വർക്കായില്ലേ. അപ്പൊ അങ്ങനെ സാധനങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ഒരു പടം എക്സ്പെരിമെന്റ് എത്തിക്കുമ്പോഴും അങ്ങനെ ആൾക്കാരിലോട്ട് എത്തിക്കാൻ പറ്റി ഭയങ്കര സന്തോഷമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ കൃഷാന്താണ് ചെയ്യുന്നത്. സോ വി ട്രസ്റ്റ് ഹിം. സോ ബാക്കിയൊക്കെ പുള്ളിക്കാരൻ നോക്കിക്കോളും. ഇവരൊക്കെ ഹോളിവുഡ് പോകുന്നത്
നമ്മള് സൈഡ് മുട്ട ഹോളിവുഡ് പിടിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. ആരെയൊന്ന് പറയണേ. ഇതിൽ ഉറപ്പായിട്ട് കാരണം നെപ്പോട്ടിസത്തെ കുറിച്ച് ആൾക്കാർ ഒരുപാട് ക്രിട്ടിക്സ് ആയിട്ട് സംസാരിക്കുന്നതിനിടയിലാണ് ഓക്കെ റിജിഷൻ പറഞ്ഞു ഈ നെപ്പോക്കിൻ്റെതായാലും വെറുതെ ആവില്ല എന്ന് പറഞ്ഞു. ആ ഒരു ഹാപ്പി മൊമെന്റ് സന്തോഷം തന്നെയാണ്. അതെ, നിരഞ്ജന കോമഡി ഒക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. തിയേറ്ററിൽ എല്ലാവരും ചിരിക്കുന്നത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. നമ്മൾ തിരിച്ച് വർക്കാവില്ല, കാരണം റിയൽ ലൈഫിൽ കോമഡി വർക്കാവാറില്ല അവന്റെ. അപ്പം ഇത് പക്ഷേ വർക്കായി, ഭയങ്കര സന്തോഷം. പൈസ കിട്ടിയാലേ നമ്മൾ അത് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ചെയ്യും. ഇല്ല, രജിസ്റ്ററിൽ നോക്കി പറഞ്ഞു. സന്തോഷം തന്നെ. അവിടെ എന്താ കലാപമാണ്. സന്തോഷം കൊണ്ടുള്ള അതെ, പണം കണ്ടിട്ടുള്ള